സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മകളുമായി സർക്കാർ ആശുപത്രിയിലെത്തിയ മാതാവിന് പാമ്പ് കടിയേറ്റു. പാലക്കാട് കരിപ്പോട് സ്വദേശി ഗായത്രിക്കാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും പാമ്പ് കടിയേറ്റത്. ഗായത്രിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അർജുൻ പാണ്ഡ്യൻ തൃശൂർ ജില്ലാ കളക്ടറാവും. നിയമനം കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിൽ നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറും ലേബർ കമ്മീഷണറുമാണ് അർജുൻ പാണ്ഡ്യൻ. കളക്ടറായി വെള്ളിയാഴ്ച ചുമതലയേൽക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് ഗർഭിണിയായ യുവതിയെയും ഭർത്താവിനെയും ആക്രമിച്ച് വാഹനം തടഞ്ഞ സാമൂഹ്യവിരുദ്ധരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. മാർച്ച് ജി സ്റ്റീഫൻ MLA ഓഫീസിലേക്ക് MLA വാഹനം കടന്നുപോകാൻ വേണ്ടിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് സമരക്കാർ ആരോപിച്ചു. പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി SK രാഹുൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ശക്തമായ കാറ്റിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണു. ശബ്ദം കേട്ട് ആളുകൾ പുറത്തേക്ക് മാറിയതിനാൽ അപകടം ഒഴിവായി. 6 മാസമായി തകർന്നു കിടക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. കേരളത്തിലുടനീളമുള്ള രക്തദാന കോർഡിനേറ്റർമാരുടെ സംഗമം കോഴിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയറയിൽ വെച്ച് നടന്നു. 120ഓളം പേർ പങ്കെടുത്ത സംഗമം ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു. സംഗമം സംഘടിപ്പിച്ചത് ഡ്രാക്കുള മീറ്റ് 2024 എന്ന പേരിൽ. ഗർഭസ്ഥ ശിശുക്കളെ വധിക്കുവാനുള്ള നിയമമായ NTP ആക്ട് പിൻവലിക്കണമെന്ന ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി. കേരള മാർച്ച് ഫോർ ലൈഫിന് കൊല്ലം രൂപത തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രലിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ മയക്കുമരുന്നടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ചാവക്കാട് സ്വദേശി റിൻഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് വെള്ളന്നൂർ ചെട്ടിക്കടവ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തം. BJP വെള്ളന്നൂർ ബൂത്ത് കമ്മിറ്റി റോഡിൽ ഞാറ് നട്ട് പ്രതിഷേധിച്ചു. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം. തകർന്നു കിടക്കുന്ന കൊല്ലം പള്ളിമുക്ക് പുന്നല കറവൂർ അലിമുക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. സമരം BJP പുന്നല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. റോഡിന്റെ തകർച്ച മുതലെടുത്ത് സമാന്തര സർവീസുകൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിലും പ്രദേശത്ത് ജനരോക്ഷം ശക്തം. മുനമ്പം ഹാർബറിന്റെയും റോഡിന്റെയും ശോചനീയാവസ്ഥയിലും മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയിലും പ്രതിഷേധിച്ച് സൗത്ത് ഇന്ത്യൻ ബോട്ട് ഓണേഴ്സ് ഓർഗനൈസേഷനും ഫിഷ് ട്രേഡേഴ്സ് അസോസിയേഷനും സംയുക്തമായി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഹാർബറിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്ന ആരോപണം. ധർണ ഫാദർ ആന്റണി തോമസ് ഉദ്ഘാടനം ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 770 ഗ്രാം സ്വർണം പിടികൂടി. പിടികൂടിയത് സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണ പേസ്റ്റ്, വെള്ളിയിൽ പൊതിഞ്ഞ സ്വർണ്ണച്ചാവി എന്നിവ ഷൂസിനകത്ത് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. തിരുവനന്തപുരം നെടുമങ്ങാട് കൂറ്റൻ മരം കാറിന് മുകളിലേക്ക് വീണ് അപകടം. കാറിലുണ്ടായിരുന്ന വിതുര സ്വദേശികളായ ദമ്പതികളെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് നിന്ന് വിതുര ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറിലേക്കാണ് മരം വീണത്. കാർ പൂർണ്ണമായും തകർന്നു. ശക്തമായ മഴയിൽ തൃശൂർ ചക്കംകണ്ടം റോഡിൽ വെള്ളക്കെട്ട്. കാനകളുടെ ശുചീകരണവും മണ്ണ് നീക്കലും നടത്താത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന ആരോപണം. വാഹനങ്ങളുടെ അമിത വേഗത കടയിലേക്ക് വെള്ളം അടിച്ചു കയറുന്നതിന് കാരണമാകുന്നുവെന്നും വ്യാപാരികൾ. ഇവിടെ ഞാൻ ഒരു 30 വർഷം 29-30 വർഷത്തോളമായി ഇവിടെ കച്ചവടം ചെയ്യുന്നു. അവിടെ എല്ലാ പ്രാവശ്യവും മഴ വരുമ്പോഴും ഇതാണ് സ്ഥിതി. വണ്ടികൾ പോകുമ്പോൾ ഇവിടെ ഈ കടയിലേക്ക് ഓളം അടിച്ചു കയറിയിട്ട് കടയുടെ അകത്തേക്കും വെള്ളം വരും. അപകട ഭീഷണി ഉയർത്തി തൃശൂർ കണ്ടശാം കടവ് പാലം റോഡിലെ വൻമരങ്ങൾ. നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയിലാണ് മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ അപകട ഭീഷണിയാകുന്നത്. അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം. KSA ക്രിക്കറ്റ് കോച്ച് മനുവിനെതിരായ പീഡനാരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാരോപിച്ചാണ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. വിവാദത്തിൽപ്പെട്ട IAS പ്രൊബേഷണറി ഓഫീസർ പൂജ ഗേത്കറുടെ പരിശീലനം നിർത്തിവെച്ചു. പൂജയെ മസൂറിയിലെ ട്രെയിനിംഗ് അക്കാദമിയിലേക്ക് തിരിച്ചു വിളിച്ചു. നടപടി പൂജയ്ക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി.
മഹാരാഷ്ട്രയിൽ NCP അജിത് പവാർ വിഭാഗത്തിൽ പ്രതിസന്ധി. ചിംപ്രി ചിംപ്വാഡ് മേഖലയിൽ നിന്നുള്ള 4 നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ചിംപ്രി ചിംച്വാഡ് യൂണിറ്റ് മേധാവി അജിത് ഗവാനെ, വിദ്യാർത്ഥി വിഭാഗം നേതാവ് യാഷ് ഷനെ, രാഹുൽ ഭോസ്ലെ, പങ്കജ് ബാലേക്കർ എന്നിവർ. ഒമാൻ തീരത്ത് ഓയിൽ ടാങ്കർ മുങ്ങി 13 ഇന്ത്യക്കാരടക്കം 16 പേരെ കാണാതായവരിൽ 3 പേർ ശ്രീലങ്കക്കാർ. കൊമോറോസിൽ രജിസ്റ്റർ ചെയ്ത കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഒമാൻ തീരത്ത് നിന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. Happy moments, timeless.